ക്യാൻസർ ബാധിച്ച സുനീഷിന്റെ ചികിത്സയ്ക്കായി ഡിവൈഎഫ്ഐ പിറവം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാരുണ്യ യാത്ര സംഘടിപ്പിച്ചു. യാത്ര നഗരസഭ വൈസ് ചെയർമാൻ കെ.പി. സലീം ഉദ്ഘാടനം ചെയ്തു. പിറവം നഗരസഭയിലെ പള്ളിപ്പടി തേറ്റേക്കുഴിയിൽ സുനീഷ് എബ്രഹാമിന്റെ ചികിത്സയ്ക്ക് പണം സമാഹരിക്കുവാനായാണ് പിറവം എറണാകുളം റൂട്ടിൽ ഡിവൈഎഫ്ഐ പിറവം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാരുണ്യയാത്ര സംഘടിപ്പിച്ചത്. സെന്റ് ജോൺ ബസിലെ കാരുണ്യയാത്ര നഗരസഭാ വൈസ് ചെയർമാൻ കെ.പി. സലീം ഉദ്ഘാടനം ചെയ്തു. സെന്റ് ജോൺസ് ബസ്സാണ്. ഉടമ അദ്ദേഹത്തിന്റെ വാഹനമായിട്ടുള്ള സെന്റ് ജോൺസ് വാഹനമാണ് ഇന്ന് ഈ ചികിത്സാ സഹായത്തിന് വേണ്ടി ഇന്ന് ഒരു ദിവസത്തെ കളക്ഷൻ അതിനുവേണ്ടി സ്വരൂപിക്കാൻ വേണ്ടി ഇന്ന് യാത്ര നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇതുപോലുള്ള ഒരു ജീവകാരുണ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നും ഒരു സഹജീവികളോട് കാരുണ്യവും സഹതാപവും പുലർത്തുന്നവരാണ് പിറവത്തെ ജനങ്ങൾ എന്നുള്ളത് നമുക്ക് വളരെ ആശ്വാസമാണ്. നനച്ചിരിക്കാതെ ഇതുപോലുള്ള ഗുരുതരമായ രോഗങ്ങളും അപകടങ്ങളും വരുമ്പോൾ അതുമൂലം ഒറ്റപ്പെടുന്ന കുടുംബങ്ങളെ സഹായിക്കേണ്ടത് മനുഷ്യ സഹജമായ കാര്യമാണ്. അതിനുവേണ്ടി ഇതിനു മുമ്പും നമ്മുടെ ഇവിടെ വാഹനങ്ങൾ ഇങ്ങനെയുള്ള ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള ഓർമ്മകൾ നമുക്കുണ്ട്. ബസ്സിലെ ഒരു ദിവസത്തെ വരുമാനം ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറാനാണ് തീരുമാനം. വരും ദിവസങ്ങളിൽ അലൻ, സെന്റ് ജോർജ്, അമ്പിളി, സെയിന്റ് തോമസ് എന്നീ ബസ്സുകളും കാരുണ്യയാത്ര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചികിത്സാ സഹായ നിധിയിൽ രൂപീകരിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് പുറത്ത് ഡിവൈഎഫ്ഐയുടെയും പുരോഗമന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നത്തെ ഈ ബസ്സിന്റെ കളക്ഷൻ, സെന്റ് ജോൺസ് ബസ് അതിന്റെ കളക്ഷൻ സനീഷിന്റെ സഹായനിധിയിലേക്ക്, ചികിത്സാ സഹായനിധിയിലേക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുൻ ചെയർപേഴ്സൺ ഏലിയാമ്മ ഫിലിപ്പ്, കൗൺസിലർ ഡോക്ടർ അജീഷ് മനോഹർ, CPIM ലോക്കൽ സെക്രട്ടറി സോമൻ വല്ലയിൽ, ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അനീഷ് KM, സെക്രട്ടറി അമൽ RK, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പീറ്റർ P. ജോൺ, AK സുരേഷ്, ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ TR രാജേഷ്, മനു T. ബേബി, വൈശാഖൻ MV തുടങ്ങിയവർ കാരുണ്യയാത്രയിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന് ശരീരത്തിൻ്റെ ലിവറിൽ ക്യാൻസർ വന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ചികിത്സിക്കുന്നതിന് വേണ്ടി 10 ഇഞ്ചക്ഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് ഒരു ഇഞ്ചക്ഷന് നമ്മൾ മെഡിക്കൽ കോളേജിൽ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ 1,75,000 രൂപ നമ്മൾ കൊടുക്കണം. സ്വാഭാവികമായും അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ലോട്ടറി വിറ്റ് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയാവുന്ന രീതിയല്ല, അവർക്കിത് ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങളുമില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സംഘടനകളുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായി DVFയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പരിപാടി ചെയ്ത് സുരേഷ് സഹായിക്കാൻ വേണ്ടി കാണിച്ച മനസ്സിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പിറവം. സർജറി ഏതുമാകട്ടെ, പാലാരിവട്ടം ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ തന്നെ ബെസ്റ്റ്. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, വേദനരഹിതമായ ശസ്ത്രക്രിയയിലൂടെ ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ പാലാരിവട്ടം. മുട്ടുമാറ്റിവെക്കൽ, ലാപ്രോസ്കോപ്പിക് സർജറികളും കൂടാതെ സ്പെഷ്യൽ സർജറി പാക്കേജുകളിലായി ഫൈബ്രോയിഡ്, തൈറോയ്ഡ്, സർക്കംസിഷൻ, ഹെർണിയ തുടങ്ങിയവയ്ക്കുമായി ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ പാലാരിവട്ടം.